ഹായ് ഫ്രണ്ട്സ്. കോവിഡിന് ശേഷം കുറച്ചു കാലം മുമ്പ് വരെ സിനിമാ പ്രേമികളുടെ ഒരു പരാതിയായിരുന്നു ബോളിവുഡിന്റെ ബോക്സ് ഓഫീസ് തകർച്ച. പക്ഷേ ഷാറൂഖ് ഖാന്റെ പഠാന് ശേഷം ജവാൻ, ആനിമൽ തുടങ്ങിയ പടങ്ങൾ ബോളിവുഡിനെ അതിന്റെ വിജയപാതയിലെത്തിച്ചു. എന്നാൽ മറ്റൊരു പരാതി സിനിമാ പ്രേമികൾക്കുണ്ടായിരുന്നു. എന്താണത്? ബോളിവുഡിന്റെ കണ്ടന്റ് ക്വാളിറ്റി. ബോളിവുഡിൽ കണ്ടന്റ് ക്വാളിറ്റി ഉള്ള പടങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയം സിനിമാ പ്രേമികൾക്കുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ കണ്ടന്റ് ക്വാളിറ്റി ഉള്ള പടങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് ശരിയായ പ്രേക്ഷകരിലേക്ക് എത്തുന്നില്ല. പറയാൻ കാരണം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന രണ്ട് സിനിമകളെ കുറിച്ചാണ്. ഒന്ന് ജോറം, രണ്ട് ലാപ്പത്ത ലേഡീസ്. ആദ്യം ലാപ്പത്ത ലേഡീസിനെ കുറിച്ച് സംസാരിക്കാം. ബോളിവുഡ് ഡയറക്ടർ കിരൺ റാവു സംവിധാനം ചെയ്ത സിനിമയാണ്. കിരൺ റാവു എന്ന് വെച്ചാൽ ആമിർ ഖാന്റെ എക്സ് വൈഫ്. ഈ സിനിമ മാർച്ച് 1, 2024 തിയേറ്റർ റിലീസ് ചെയ്ത് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നു. സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കി ഏകദേശം 20 കോടി. അതായത് ഇപ്പോഴത്തെ ഒരു ആവറേജ് മലയാള പടം നേടുന്ന കളക്ഷനാണ് ഇത്രയും പോസിറ്റീവ് റിവ്യൂ വന്ന ലാപ്പത്ത ലേഡീസിന് ബോളിവുഡിൽ കിട്ടിയിരിക്കുന്നത്. ഈ സിനിമ ആക്ഷേപഹാസ്യ രീതിയിൽ എടുത്ത ഒരു സോഷ്യൽ കോമഡിയാണ്. മധ്യപ്രദേശിലെ ഒരു ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. ഈ സിനിമയുടെ ആദ്യത്തെ 10 മിനിറ്റ് നടക്കുന്ന സംഭവങ്ങളെയാണെന്ന് പറയാം. ഒരു ഭാര്യയും ഭർത്താവും വിവാഹിതരായി വരുന്നു. അവർ ട്രെയിനിലാണ് ഭർത്താവിന്റെ സ്ഥലത്തേക്ക് എത്തേണ്ടത്. ഭാര്യയ്ക്ക് മൂടുപടമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള പുരുഷന്മാർ കാണരുതല്ലോ. നോർത്ത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ അങ്ങനെയാണ്. ഇതേ ട്രെയിനിൽ മറ്റൊരു ഭാര്യയും ഭർത്താവും ഇതേപോലെ വിവാഹിതരായി വരുന്നു. ആ ഭാര്യയും മൂടുപടം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ട്രെയിനിൽ തിരക്കുണ്ട്. അപ്പോൾ ഇവരുടെ ഇരിപ്പിടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അങ്ങനെ ഒന്നാമത് പറഞ്ഞ് ഭർത്താവിൻ്റെ സ്റ്റോപ്പ് എത്തുമ്പോൾ ഭാര്യയോട് പറയുന്നു ഇറങ്ങാം. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ രണ്ടാമത്തെ ആളുടെ ഭാര്യയാണ് ഒരുമിച്ച് ഇറങ്ങിയത്. വീട്ടിലെത്തുമ്പോൾ അത് മനസ്സിലാകുന്നത് മൂടുപടം മാറ്റുമ്പോൾ. അപ്പോൾ ഈ രണ്ടാമത്തെ ഭർത്താവ് ഉണ്ടല്ലോ, അപ്പോൾ അയാളുടെ കൂടെ ആദ്യത്തെ ഭാര്യയാണല്ലോ ഉണ്ടാവുക. ആദ്യത്തെ ആളുടെ ഭാര്യ അയാളുടെ സ്റ്റേഷനിലെത്തി നോക്കുമ്പോൾ ഇത് വേറെ പെണ്ണ്. അപ്പോൾ ആ കുട്ടിയെ അവിടെ ഇട്ടിട്ട് ഇയാൾ പോയി. ആ പെൺകുട്ടി അവിടെ ഇട്ടിട്ട് പോയി. അപ്പോൾ ആ ഒന്നാമത്തെ ആളുടെ ഭാര്യ ആ റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങുന്നു. രണ്ടാമത്തെ ആളുടെ ഭാര്യ ഈ ഒന്നാമത്തെ ഭർത്താവിൻ്റെ ഒരുമിച്ച് വീട്ടിൽ കുടുങ്ങുന്നു. ഇതിൽ ഒരു ഭാര്യ ഭയങ്കര നിഷ്കളങ്കയാണ്, പക്ക ഗ്രാമീണ പെൺകുട്ടി. രണ്ടാമത്തെ ഭാര്യ അത്യാവശ്യം കുറച്ച് പഠിപ്പും വിവരമൊക്കെ ഉള്ള ഒരു ബോൾഡായ ഒരു പെൺകുട്ടി. ഇതാണ് പടത്തിന്റെ പ്ലോട്ട്. ഈ സിനിമ കുറേ അധികം മെസ്സേജുകൾ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. നമ്മൾ പൊതുവേ ബോളിവുഡ് സിനിമകളൊക്കെ കാണുന്ന കുറച്ച് ഫോഴ്സ്ഡ് ആയുള്ള സ്ത്രീ ശാക്തീകരണമൊന്നുമല്ല. ഇത് പക്ക നല്ല രീതിയിലുള്ള കോമഡിയൊക്കെ ചേർത്ത് വെച്ചുള്ള സ്ത്രീ ശാക്തീകരണം. പിന്നെ സ്ത്രീധനത്തിനെതിരെ പറയുന്നത്, കൈക്കൂലി, ഓരോ ഗവൺമെന്റ് വരുമ്പോഴും സ്ഥലങ്ങളുടെ പേര് മാറ്റുന്നത്, അങ്ങനെ കുറേ അധികം മെസ്സേജുകൾ നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ കഥ നടക്കുന്നത് 2000-ന്റെ ആദ്യ പകുതികളിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയയുടെ മൊബൈൽ ഫോണ്, പഴയ മൊബൈൽ ഫോണ്, അതുപോലെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷനൊക്കെ അവിടെ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല. ട്രെയിനിൽ കയറേണ്ടവർക്ക് ഒരു സ്റ്റൂൾ പോലത്തെ സാധനം വെച്ചിട്ട് അതിൽ ചവിട്ടിയിട്ട് ട്രെയിനിലേക്ക് കയറാം. അങ്ങനെ ഡെവലപ്മെന്റിന്റെ ഒക്കെ അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട് സിനിമ. പിന്നെ ഇതിലെ കാസ്റ്റും അവരുടെ പെർഫോമൻസും. ഒന്നാമത് പറയേണ്ടത് ഒന്നാമത്തെ ഭാര്യയെ അഭിനയിച്ച നടിയുടെ പേര് നിതാൻഷി ഗോയൽ, ക്യാരക്ടറിന്റെ പേര് ഫൂൽ കുമാരി. 16 വയസ്സുള്ള നടിയാണ്. അങ്ങേയറ്റം നിഷ്കളങ്കത തുളുമ്പുന്ന തരത്തിലുള്ള പ്രകടനം. രണ്ടാമത്തെ ഭാര്യയായിട്ട് അഭിനയിച്ച നടി പ്രതിഭ റാണ്ട, അവരുടെ ക്യാരക്ടറിന്റെ പേര് പുഷ്പ റാണി. ഇതിലെല്ലാവരും ഉച്ചരിക്കുന്നത് പുഷ്പ റാണി എന്നാണ്. അവരും നല്ല പ്രകടനമാണ്. പിന്നെ രവി കിഷൻ ഒരു പോലീസ് ഓഫീസറായി എത്തുന്നുണ്ട്. ഭാര്യ മിസ്സിംഗ് ആയ കേസിൽ പരാതി കൊടുക്കുന്ന ഇദ്ദേഹത്തിനാണ്. കോമിക് ടൈമിങ്ങൊക്കെ അടിപൊളി കോമിക് ടൈമിങ്, നല്ല ഗംഭീര ക്യാരക്ടർ. പിന്നെ ഛായാകഥം എന്ന പേരിലൊരു നടി, റെയിൽവേ സ്റ്റേഷനിൽ ചായയും കടിയൊക്കെ വെക്കുന്ന, അവർ നല്ല ഇമോഷൻസ് ഒക്കെ പക്കായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു നടി. അങ്ങനെ കാസ്റ്റ്, പിന്നെയും കുറേ കാസ്റ്റുകളുണ്ട്, സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്. അവരൊക്കെ ഗംഭീര പ്രകടനം. കാസ്റ്റിന്റെ പ്രകടനം കൊണ്ട് മാത്രമല്ല, ഇതിന്റെ ലൊക്കേഷൻ മധ്യപ്രദേശിലെ ഒരു റൂറൽ ഏരിയ എന്ന് പറഞ്ഞല്ലോ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ബോളിവുഡിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം പടങ്ങളും ഒന്നുകിൽ മുംബൈ ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡൽഹി ബേസ്ഡ് ആയിരിക്കും, നഗര കേന്ദ്രീകൃതമായിരിക്കും. ഇത്രയും വലിയ ഹിന്ദി ബെൽറ്റിൽ, അത്രയും സംസ്ഥാനങ്ങൾ അടങ്ങിയ ഹിന്ദി ബെൽറ്റിൽ നിന്ന് എത്ര ടൈപ്പ് റൂറൽ ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ അവർക്ക് ഇറക്കാൻ പറ്റും? അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ലാപ്പത്ത ലേഡീസ്. ഇനി ഇതിന്റെ റേറ്റിംഗിലേക്ക് വന്നാൽ ഞാൻ ഇതിന് കൊടുക്കുന്നത് 5 ഔട്ട് ഓഫ് 5.
ഇതേപോലത്തെ സിനിമകളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഏത് ബാക്കിയുള്ള മെയിൻ സ്ട്രീം കൊമേഴ്സ്യൽ സിനിമകളെ സപ്പോർട്ട് ചെയ്യേണ്ടെന്നല്ല, ഇതേപോലത്തെ സിനിമകളും സപ്പോർട്ട് ചെയ്യണം. ബോളിവുഡിന്റെ തിരിച്ചുവരവ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് അവിടുത്തെ മീഡിയ പോലും ശ്രദ്ധിക്കുന്നില്ല മര്യാദയ്ക്ക്, പിന്നെ ജനങ്ങളിലേക്ക് എത്തുന്നുമില്ല. രണ്ടാമത്തെ സിനിമ ജോറം ഡിസംബർ 8, 2023 റിലീസ് ചെയ്ത് ഇപ്പോൾ ആമസോൺ പ്രൈമിൽ സ്ട്രീം ചെയ്യുന്ന സിനിമയാണ്. ഇത് ആനിമലിന്റെ കൂടെ ക്ലാഷ് റിലീസ് ആയിരുന്നു. ഒന്നുകിൽ ഒരു ആഴ്ച മുമ്പോ പിറകിലോ അങ്ങനെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിച്ചില്ല. ഇതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. വെറും 40 ലക്ഷം രൂപയാണ് ഇത്രയധികം പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ ഈ പടത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ സിനിമയിൽ മനോജ് വാജ്പേയി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണ്, ജാർഖണ്ഡുകാരൻ. മുംബൈയിൽ പണിയെടുക്കുന്നു. ഭാര്യയുണ്ട്, ഒരു ചെറിയ കുട്ടിയുണ്ട്. ഭാര്യ കൊല്ലപ്പെടുന്നു. ഇയാളാണ് കൊലപാതകി എന്ന് പറഞ്ഞ് പോലീസ് അന്വേഷിക്കുന്നു. ഇയാൾ ജാർഖണ്ഡിലേക്ക് പലായനം ചെയ്യപ്പെടുന്നു. പോലീസും പുറകെയുണ്ട്. അവിടെ ജാർഖണ്ഡിൽ ഗോത്രവർഗക്കാരുടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇയാളും ഗോത്രവർഗക്കാരനാണ്, മനോജ് വാജ്പേയി. അപ്പോൾ അവിടുത്തെ നക്സൽ പ്രശ്നങ്ങൾ, അവിടുത്തെ പോലീസിന്റെ അവസ്ഥ, എങ്ങനെയാണ് പോലീസ് ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെ വളരെയധികം സെൻസിറ്റീവായ ഒരു ഇഷ്യൂ ആണ് ജോറം എന്നുള്ള സിനിമ കൈകാര്യം ചെയ്യുന്നത്. ഈ സിനിമയുടെ പ്ലോട്ട് പോലെ തന്നെ ഇതിന്റെ ലൊക്കേഷനൊക്കെ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ജാർഖണ്ഡിലെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെയാണോ എന്ന് അത്ഭുതപ്പെട്ടു പോയി. ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവ് നമുക്കൊരു എഫക്റ്റും തരാത്ത തരത്തിലുള്ള ലൊക്കേഷൻസ്. അതാ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ പെർഫോമൻസ്, മനോജ് വാജ്പേയി ഗംഭീരം. ഒരു ഹീറോയിക് ആയിട്ടുള്ള ഒരു സീന് പോലും ഇല്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിലൊക്കെ മുഴുവനായി നിസ്സഹായത മാത്രമേ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുക. ഇത്രയും നല്ല തീമിൽ എടുത്തൊരു പടം, നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത പടം ബോക്സ് ഓഫീസിൽ പരാജയമാണ്. അതിപ്പം ആരെ മിസ്റ്റേക്കാന്ന് ചോദിച്ചാൽ ബോളിവുഡ് ഫാൻസിന്റെ മിസ്റ്റേക്കുമാണ്, ബോളിവുഡ് മീഡിയാസിന്റെ മിസ്റ്റേക്കുമാണ്, ഇതിന്റെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി എത്രമാത്രം അതിന് ചെലവിട്ടു എന്നുള്ള പ്രൊഡക്ഷൻ ടീമിന്റെ മിസ്റ്റേക്കുമാണ്. ഇതിന്റെ സ്റ്റോറി, പിന്നെ കോ പ്രൊഡ്യൂസറായി എത്തിയിരിക്കുന്നത്, ഡയറക്ഷൻ എല്ലാം ഒരു ദേവാശിഷ് മഖീജ എന്ന പേരിലെ ആളാണ്. അയാൾ പറഞ്ഞത് ഈ സിനിമ എടുത്തതിന് ശേഷം ഞാൻ പാപ്പരായിപ്പോയി എന്നാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ഈ സിനിമയുടെ റേറ്റിംഗിലേക്ക് വന്നാൽ ഞാൻ കൊടുക്കുന്നത് 4 out of 5. ഇതെല്ലാവർക്കും ഇഷ്ടമാകും എന്ന് തോന്നുന്നില്ല. മനോജ് വാജ്പേയി തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത്, മെയിൻ സ്ട്രീം സിനിമക്കാർ പറയുന്നു ഇത് ആർട്ട് ഫിലിമാണെന്ന്, ആർട്ട് ഫിലിംകാർ പറയുന്നു ഇത് മെയിൻ സ്ട്രീം ഫിലിമാണെന്ന്. പക്ഷെ എന്ത് പറഞ്ഞാലും ബോളിവുഡിൽ ഇതേപോലെ ഇതിലുള്ള ലാപ്പറ ലേഡീസ് പോലെയോ ജോറം പോലെയുള്ള പടങ്ങൾക്ക് തീരെ സപ്പോർട്ട് കിട്ടുന്നില്ല എന്നാണ് അവസാനമായി മനസ്സിലാക്കേണ്ടത്.